സ്മൃതി, രാജ്യത്തെ സ്ത്രീകൾക്ക് മുഴുവൻ പ്രതീക്ഷ നൽകുന്ന വിധിയാണ്. ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന ഒരുപക്ഷെ മുഖം മറയ്ക്കാതെ തന്നെ ഒരു റേപ്പ് വിക്ടിം ഇക്കഴിഞ്ഞ നാളുകളിൽ നടത്തിയ പോരാട്ടത്തിന് കിട്ടിയ പ്രതീക്ഷയുടെ വെളിച്ചമാണ് അല്ലേ? ഉറപ്പായിട്ടും അതെ. ഇത് ഇപ്പോൾ എത്ര വർഷമായി? 20 വർഷമായി. 2002 നടന്ന സംഭവമാണ്. അന്ന് അവർക്ക് 19 വയസ്സാണ് പ്രായം. ഈ 19 വയസ്സിൽ ആ പ്രായത്തിൽ അവർ 5 മാസം ഗർഭിണിയായിരുന്നു. ഗർഭസ്ഥ ശിശു കൊല്ലപ്പെട്ടു. 3 വയസ്സുള്ള കുഞ്ഞിനെ അവരുടെ കൺമുൻവീച്ചിൽ കൊന്നു. ബന്ധുക്കളെ കൊന്നു. ആകെ 14 പേരാണ് കൺമുൻവീച്ചിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ ഈ പ്രതികളെയൊക്കെ ഇവർക്കറിയാം. ഈ പോരാട്ടം ഇവർ ഇത്ര വർഷമായി നടത്തുന്നു. സുപ്രീം കോടതിയിൽ ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ നിങ്ങളുടെ മാത്രം പരാതി കേൾക്കാനല്ല ഇരിക്കുന്നതെന്ന് വരെ സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞു. ഒരു ഘട്ടത്തിൽ അവർ ഉറങ്ങാത്ത രാത്രികളായിരുന്നുണ്ടാവും. ഇത്രയും കാലം മുന്നോട്ട് പോയി. അവർക്കിപ്പോഴും ആളുകൾക്കിടയിലേക്ക് ഇറങ്ങാൻ ആരോ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന ഭയമുണ്ട്. അറിയില്ല. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അവർക്ക് പിന്തുണയുമായി കുറേയെങ്കിലും വനിതാ രാഷ്ട്രീയ പ്രവർത്തകർ അന്നു മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ട്. ആ പേരുകൾ നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. സുഭാഷിണി അലി, മഹുവ മൈത്ര പോലുള്ള നേതാക്കൾ. അപ്പോൾ അതൊരു വലിയ സംഭവം തന്നെയാണ്. ഈ കോടതിയിൽ നിന്ന് സുപ്രധാനമായ പല വിധികളും സുപ്രീം കോടതിയിൽ നമുക്കറിയാം. പല പ്രതീക്ഷയോടെയും വന്നിരിക്കുന്ന പല കേസുകളിലും എങ്ങനെയൊക്കെയാണ് വിധി വന്നിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് വന്ന വിധികൾ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിനിടയിലാണ് അല്പം പ്രതീക്ഷ നൽകുന്ന ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. അതും ന്യൂനപക്ഷ വിഭാഗത്തിലെ ഒരു സ്ത്രീ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലുണ്ടായിരിക്കുന്ന വിധി എന്നുള്ളത്. ജസ്റ്റിസ് നാഗരത്നയുടെ സമീപനം, ജസ്റ്റിസ് നാഗരത്ന ആരാണ് എന്നുള്ളത് എടുത്തു പറയുന്ന ഒരു കാര്യം കൂടിയാണ്. ആ ജഡ്ജി പല ഘട്ടങ്ങളിലും എടുത്തിരിക്കുന്ന സുപ്രധാനമായ ഒറ്റയാൾ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ ഒറ്റ തീരുമാനം, മറ്റ് ജഡ്ജിമാരിൽ നിന്ന് വ്യത്യസ്തമായ തീരുമാനം എടുത്തുകൊണ്ട് വ്യത്യസ്തത പുലർത്തിയിട്ടുള്ള ജഡ്ജിയാണ്. നേരത്തെയും നോട്ട് നിരോധന കേസിൽ ഭിന്നവിധി ജഡ്ജിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പാർലമെന്റിനെ ഇരുട്ടിൽ നിർത്താൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞത് അവരുടെ ഏകശബ്ദമായിരുന്നു. അതുപോലെ വിദ്വേഷ പ്രസംഗ കേസിൽ ബഹുസ്വരതയെക്കുറിച്ച് പ്രത്യേക പരാമർശം നടത്തിയിട്ടുണ്ട്. 2027 ഇവരായിരിക്കാം ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഈ വിധിയൊക്കെ വന്നതിന് ശേഷം എന്താകുമെന്ന് അറിയണം. എങ്ങനെ? അതെ, പറയാൻ പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ മറിയുകയാണല്ലോ. എല്ലാത്തിലും ഭരണകൂടത്തിന്റെ കൈകൾ ചെന്നെത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങളൊക്കെ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. ഇതിനിടയ്ക്കാണ് സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ നാരീ ശക്തി എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു പറയുന്നു. മോദിയുടെ ഗ്യാരണ്ടി എന്ന് മോദി തന്നെ 18 തവണ ഇവിടെ വന്ന് പറയുന്നു. അപ്പോൾ ഈ ഗ്യാരണ്ടി പറയുകയും ഇവിടെ മഹിളാ സംഗമം നടത്തുകയും വനിതാ സംവരണം നടപ്പാക്കി എന്ന അവകാശവാദം ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് എന്താണ് ഈ ന്യൂനപക്ഷ സമുദായത്തിലെ സ്ത്രീകൾക്ക് ഞങ്ങളാണ് ഏറ്റവും വലിയ നീതി നടപ്പാക്കിയിട്ടുള്ളത്. മുത്തലാഖ് വിഷയത്തിൽ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. അതിൽ തന്നെ ക്രിമിനൽ കേസാണ് എടുക്കുന്നത്. അത് മറ്റ് സമുദായങ്ങളിലോ അല്ലെങ്കിൽ മറ്റു ജാതികളിലുള്ള പുരുഷന്മാർക്ക് ബാധകമല്ല. അപ്പോൾ ആ രൂപത്തിൽ നടപ്പാക്കുന്നത് നീതിയാണ് എന്ന അവകാശവാദത്തിനിടയിൽ ഇന്ന് നോക്കുക, ഒറ്റ BJP നേതാവ് വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഒറ്റ BJP നേതാവ് ചർച്ചകളിൽ പങ്കെടുത്തിട്ടില്ല. കേരളത്തിലെ കാര്യം മാത്രമല്ല, പുറത്തും ദേശീയ തലത്തിലും നേതാക്കളുടെ പ്രതികരണമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ വലിയൊരു ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഏതൊരു തരത്തിൽ രാഷ്ട്രീയക്കാർ ഇടപെട്ടിരിക്കുന്നു, BJP ഇടപെട്ടിരിക്കുന്നു, കേന്ദ്ര സർക്കാർ ഇടപെട്ടിരുന്നു. കേന്ദ്ര സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ആ കാലത്ത് ഗുജറാത്ത് ഹൈക്കോടതി എടുത്ത തീരുമാനമായാലും ഗുജറാത്ത് സർക്കാർ എടുത്ത തീരുമാനമായാലും അതിൽ കേന്ദ്ര സർക്കാരിന് കൂടെ പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന പല കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രത്തിനേറ്റ തിരിച്ചടിയാണ്, ഗുജറാത്ത് സർക്കാരിനേറ്റ തിരിച്ചടിയാണ്, BJPക്കേറ്റ തിരിച്ചടിയാണ് ആത്യന്തികമായി. Meet the editors.